ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിനെ പറ്റി പഠിച്ചു, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്താണ് എന്നുള്ളത്. എന്തിനാണ് നമ്മൾ ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്? ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ എഫക്റ്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു പ്രവൃത്തിയുടെ എഫക്റ്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ ഒരു പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞു പോയൊരു പ്രവൃത്തി പറയാനാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ ആ കഴിഞ്ഞു പോയ പ്രവൃത്തി ഇപ്പോഴും എന്തുണ്ട്? അതിന്റെ എഫക്റ്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ്. സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഏതാ വരിക? ഒന്നെങ്കിൽ ഹാസ് വരും, അല്ലെങ്കിൽ ഹാവ് വരും. പിന്നീടോ വെർബിന്റെ മൂന്നാമത്തെ രൂപം V3 ഫോം ആണ് കേട്ടോ വരിക. വെർബിന്റെ V3 ഫോം അഥവാ വെർബിന്റെ മൂന്നാമത്തെ രൂപമാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ വരിക. പ്ലസ് ഒബ്ജക്റ്റ്, സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 അഥവാ വെർബിന്റെ മൂന്നാമത്തെ രൂപം പ്ലസ് ഒബ്ജക്റ്റ്. അപ്പൊ ഇവിടെ തന്നെ ഈ ഹാവ് എവിടെയാണ് ഉപയോഗിക്കുക? ഹാസ് എവിടെയാണ് ഉപയോഗിക്കുക? ഹാവ് ഉപയോഗിക്കുന്നത് പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയാണ്. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഹാവ് ഉപയോഗിക്കുന്നത്. ഐ, യു, ദേ, വി എന്നുള്ള പ്ലൂറൽ സബ്ജക്റ്റിന്റെ ഒക്കെ കൂടെ ഏതാണ് ഉപയോഗിക്കുക? ഹാവും. ഹി, ഷീ, ഇറ്റ് എന്നുള്ള സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഒക്കെ ഉപയോഗിക്കുന്നത് ഏതാണ്? ഹാസ്. ഹാവ് ഉപയോഗിക്കുന്നത് പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയും ഹാസ് ഉപയോഗിക്കുന്നത് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയുമാവുന്നു. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ എന്താണ് വരിക? ഹാവ് എന്ന ഓക്സിലറി ആണ് വരിക. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലോ ഹാസ് എന്ന ഓക്സിലറി ആണ് വരിക. ഇവിടെ നോക്കൂ, ദേ ഹാവ് ബോട്ട് എ കാർ. ദേ ഹാവ് ബോട്ട് എ കാർ. അവരൊരു കാർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബൈ, ബോട്ട്, ബോട്ട്. ബൈയുടെ മൂന്നാമത്തെ രൂപമാണ്, അഥവാ V3 ആണ് ബോട്ട് അല്ലെ. ദേ ഹാവ് ബോട്ട് എ കാർ. അവർ ഒരു കാർ വാങ്ങിയിട്ടുണ്ട്. ഇനി നോക്കൂ, സിംഗുലർ സബ്ജക്റ്റ് ഹി വന്നപ്പോഴോ ഹി ഹാസ് ബോട്ട് എ കാർ. ഹി ഹാസ് ബോട്ട് എ കാർ. അവൻ ഒരു കാർ വാങ്ങിയിട്ടുണ്ട്. ദേ ഹാവ് ബോട്ട് എ കാർ. അവർ ഒരു കാർ വാങ്ങിയിട്ടുണ്ട്. ഹി ഹാസ് ബോട്ട് എ കാർ. അവൻ ഒരു കാർ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ബൈ എന്നുള്ളതിന്റെ V3 ആണ് ഏത്? ബോട്ട്. ദേ എന്നുള്ള പ്ലൂറൽ സബ്ജക്റ്റ് വന്നപ്പോൾ ഹാവും വന്നു. ഹി എന്നുള്ള സിംഗുലർ സബ്ജക്റ്റ് വന്നപ്പോഴോ ഹാസും വന്നു. നമ്മൾ V1, V2, V3 ഒക്കെ നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ ഒക്കെ വീഡിയോ V1, V2, V3 ഒക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നാലാമത്തെ നമ്മൾ V4 അഥവാ ING ഫോം പഠിച്ചിട്ടുണ്ട്. പിന്നെ അഞ്ചാമത്തെ നമ്മൾ V5 ആണ് പഠിച്ചിട്ടുള്ളത്, വെർബിന്റെ അഞ്ചാമത്തെ രൂപം. അങ്ങനെ എല്ലാ വെർബുകളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെർബിന്റെ മൂന്നാമത്തെ രൂപമായ V3 ആണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നത്. അടുത്ത് നോക്കൂ, വി ഹാവ് ഗോൺ ദർ. വി ഹാവ് ഗോൺ ദർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട്. വി എന്നുള്ള പ്ലൂറൽ സബ്ജക്റ്റ് വന്നതുകൊണ്ട് ഹാവ് എന്നുള്ള ഓക്സിലറി ആണ് വന്നത് അല്ലേ. വി ഹാവ് ഗോൺ ദർ, ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട്. ഇവിടെ ഗോൺ എന്നുള്ളത് എവിടുന്ന വന്നത്? ഗോ എന്ന വെർബിന്റെ മൂന്നാമത്തെ രൂപമാണ് ഗോൺ. ഗോ, വെന്റ്, ഗോൺ. ഗോ V1, വെന്റ് V2, ഗോൺ V3. വി ഹാവ് ഗോൺ ദർ, ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട്. ഇനി നോക്കൂ, സിംഗുലർ സബ്ജക്റ്റ് ആയ ഷീ വന്നപ്പോഴോ ഷീ ഹാസ് ഗോൺ ദർ. ഷീ ഹാസ് ഗോൺ ദർ, അവൾ അവിടെ പോയിട്ടുണ്ട്. ഷീ ഹാസ് ഗോൺ ദർ എന്ന് പറഞ്ഞാൽ അവൾ അവിടെ പോയിട്ടുണ്ട്. ഷീ എന്നുള്ള സിംഗുലർ സബ്ജക്റ്റ് വന്നപ്പോൾ ഹാസ് ആണ് വന്നത്. പിന്നെ V3 ആയ ഗോൺ വന്നു അല്ലെ. ഗോയുടെ V3 ഏതാണ്? ഗോണ്. ഷീ ഹാസ് ഗോൺ ദർ, അവൾ അവിടെ പോയിട്ടുണ്ട്. നമ്മൾ അവിടെ പോയിട്ടുണ്ട്, അവൾ അവിടെ പോയിട്ടുണ്ട്. ആ ഒരു പോയതിന്റെ എഫക്റ്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ നിലനിൽക്കുന്ന ആ ഒരു സാഹചര്യങ്ങളാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി വീണ്ടും അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.